തുടർന്ന് അവളുടെ സമയങ്ങളിൽ സൂക്ഷിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാ സമയത്തിന് നന്ദി പറയുന്നു. പ്രിയ ജോയ്സ് ആൻറ്റി, ഈ പ്രാർത്ഥനാ ടീം, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏകദേശം ഒരു 6 മാസം മുൻപ് ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വലിയ ഒരുപക്ഷെ എന്നേക്കാൾ ശ്രേഷ്ഠമായി ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ ഇവിടെ ഉണ്ടാകും. ഞാൻ അതുകൊണ്ട് ദേവദാസന്മാരുള്ളിടത്ത് എനിക്ക് വളരെ ഭയമാണ് ശുശ്രൂഷിപ്പാൻ. ഞാൻ അത്ര വലിയ ബൈബിൾ ടീച്ചറൊന്നും അല്ല. കർത്താവ് തന്ന കുറച്ച് ഇൻസൈറ്റുകൾ നിങ്ങളിൽ വെളിപ്പെടുത്തി നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വിശ്വാസത്തിൽ വന്ന നാളുകളിലൊക്കെ അനുഭവിച്ച കുറച്ച് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ നമ്മൾ അനുഭവിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ആ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നപ്പോഴും മാറ്റമില്ല, വിശ്വാസത്തിൽ വന്നപ്പോഴും മാറ്റമില്ല, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് കർത്താവ് ഇങ്ങനെയുള്ള ഒരു ദൈവിക ശുശ്രൂഷ അല്ലെങ്കിൽ വചനത്തിന്റെ വെളിപ്പാട് നൽകി തരുവാൻ ഇടയായി തീർന്നത്. അത് നീതീകരണവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ അധികാരം ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിലുള്ള നാം ക്രിസ്തുവിൽ ആര് എന്നുള്ളൊരു ബോധ്യം നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കുവാനും സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുവചന ധ്യാനം തുടങ്ങേണ്ടതിന് കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 13, 14, 15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 13, 14, 15. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അകച്ചർമ്മകളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ശ്രമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും ആയിരുന്ന കൈയെടുത്തു മായിച്ചു, ക്രൂസിൽ തരച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കും എത്തിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഓക്കെ, സ്തോത്രം. ഈ വചനത്താൽ നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ച് തുടങ്ങാം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ഉയർപ്പിച്ചു. അടുത്തത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ധന്യനായ പൗലോസ്ലീഹ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ പ്രാധാന്യമേറിയ ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനം. ഈ ലേഖനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ദൈവസഭയ്ക്ക് കൈമാറി കിട്ടിയ ദൈവിക വെളിപ്പാടുകളുടെ കലവറയാണ്. നമ്മളെല്ലാവരും വളരെ വ്യക്തമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വേദഭാഗങ്ങളാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം ബൈബിൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം അറിയാം. നമ്മുടെ ബൈബിളിന്റെ നടുഭാഗം മാത്രം കറുത്തിരിക്കുകയും അല്ലെ, ആ ഭാഗം മാത്രം പുറത്തോട്ട് ഇങ്ങനെ തള്ളിയിരിക്കുന്നത് കാണാം. ഈ ഗ്രഹണി പിടിച്ച പിള്ളേരുടെ വയറ് പോലെ. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയാമോ? സങ്കീർത്തനം നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ട്. കാരണം എന്താണെന്നറിയാം, നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ അല്ലെ ആശ്വാസം കിട്ടുന്നതും ബലം കിട്ടുന്നതും ആ ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത് പോകുന്നത്.
ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, ശത്രുക്കൾ കാണെ അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നു. അപ്പൊ നമ്മൾ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മളൊന്ന് ബലപ്പെടുകയാണ്. അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും ഒരു ആത്മീയ വളർച്ചയിലേക്ക് എത്തുന്നില്ല. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരണം. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കാഴ്ചപ്പാട്. പക്ഷെ നമുക്ക് കാരണം ഈ പുതിയ നിയമം വായിക്കുമ്പോൾ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അത് പ്രസംഗിക്കുന്നവർ പോലും വളരെയധികം കുറവാണ്. തമ്പുരാന്റെ കൃപയാൽ, കൃപയൊന്ന് മാത്രം, 99% ഞാൻ സഭയിൽ പുതിയ നിയമമേ പ്രസംഗിക്കത്തുള്ളൂ. എന്റെ ബൈബിളിനകത്ത് കറുത്തിരിക്കുന്നതും തള്ളിയിരിക്കുന്നതുമായ ഭാഗം പുതിയ നിയമത്തിലെയാണ്. സങ്കീർത്തന ഭാഗം ഇല്ല. അതുകൊണ്ട് സങ്കീർത്തനം തെറ്റാണ് എന്ന് ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വായിക്കണം. കാരണം ദൈവദാസന്മാരുടെ അനുഭവങ്ങളല്ല എഴുതിയിരിക്കുന്നത്, തെറ്റൊന്നുമല്ല. പക്ഷെ ക്രിസ്തുവിൽ നാം ആരാണ്, ക്രിസ്തുവിൽ നാം എന്താണ്, ക്രിസ്തുവിൽ നാം എങ്ങനെയാണ് എന്ന് കൃത്യമായി ആലേഖനം ചെയ്യപ്പെട്ടും പൗലോസ്ലീഹ കൃത്യമായി ദൈവം ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദൈവിക വെളിപ്പാടുകളാണ് ഈ പുതിയ നിയമം, പ്രത്യേകിച്ച് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾ ലേഖനങ്ങളെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവദാസന്മാർ സഭകളിൽ ലേഖനങ്ങൾ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ ലേഖനങ്ങൾ പഠിപ്പിക്കൽ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കേട്ട ആരും ആത്മാവിൽ കൈയടിച്ചു തുള്ളുവോ വേളം വെക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ദൈവദാസന്മാർക്ക് പൊതുവെ മടിയാണ്. പക്ഷേ ഈ കൈയടിച്ചു പോകുന്നതല്ല ആത്മീയത എന്നും ക്രിസ്തുവിൽ നാം ആരാണെന്ന് ഒരുവൻ മനസ്സിലാക്കുന്നതാണ് ആത്മീയത എന്നും ജനത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആ ശുശ്രൂഷയിൽ നമ്മൾ വിജയിച്ചു. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, പൗലോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. കണ്ട, പൗലോസിന്റെ ലക്ഷ്യം അതായിരുന്നു. പൗലോസിന്റെ പ്രസംഗത്തിൽ എല്ലാവരും സൂപ്പറായിട്ട് കൈയടിച്ച് തകർക്കണമെന്നല്ലായിരുന്നു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. അവിടെയാണ് ഒരു ശുശ്രൂഷയുടെ വിജയം. ഞാൻ ഉൾപ്പെടെ, ഞാനിപ്പോ ക്രിസ്തുവിൽ തികഞ്ഞവനായി എന്നല്ല, ഞാനും ആകാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മളിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുക. അത് നിത്യതയോളം പതിയെ പതിയെ ആയി നമ്മൾ നിത്യതയോളം അങ്ങ് എത്തപ്പെടും. അതാണ് നമ്മുടെ ഈ വചനധ്യാനത്തിന്റെ ശുശ്രൂഷകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ഈ കൊലോസ്യ ലേഖനത്തിനകത്ത് ഈ വാക്യം വായിച്ചങ്ങ് തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിന്റെ ആദ്യത്തെ ഭാഗമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വിശ്വസിക്കുക, അറിയാം, നാം എല്ലാവരും പാപികളാണ്, അല്ലെ? എല്ലാവരും പാപികളാണ്. നമ്മളെല്ലാവരും ഈ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളുകളെല്ലാം പറയുകയും പഠിപ്പിക്കുകയും നമ്മളെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും പാപികളാണ് എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ ഈ പാപികളെന്ന അവസ്ഥയിൽ നിന്ന് ദൈവസഭയ്ക്കകത്തേക്ക് ഒരുവൻ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് ഒരുവൻ വരുമ്പോൾ, ഏത് വിധത്തിൽ അവന്റെ ജീവിതത്തിനകത്ത് മാറ്റം ദൈവത്താൽ സംഭവിക്കുന്നു, ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം പലർക്കുമില്ല എന്നുള്ളത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് തന്നെ ഉറപ്പില്ല നമ്മൾ എന്തൊക്കെ സംഭവിക്കും. ഞാനിപ്പോ ചോദിച്ചാൽ, ഞാൻ ചോദിക്കാം, നിങ്ങളിൽ എത്ര പേർ നീതീകരിക്കപ്പെട്ടാൽ നീതിമാന്മാരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ധൈര്യത്തോടെ കൈവക്കാൻ പറ്റും? എത്ര പേരുണ്ട് വിശുദ്ധന്മാർ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈവക്കാൻ പറ്റും? എല്ലാവരും തല കുലുക്കുകയും സ്തോത്രവും ഗ്ലോറിയും പറയുക, അല്ലാതെ ആരും അതിന് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നില്ല.
അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കാനല്ലേ വരുന്നത്? അപ്പൊ ഇന്ന് രാത്രി കർത്താവ് വന്നാലോ? എല്ലാവരും ചിരിക്കുന്നു. ആ വിധത്തിലേക്കെല്ലാം മാറുന്നതല്ലാതെ ഒന്നും തന്നെ ആരും ഒന്നും പറയുന്നില്ല. നമുക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല, നമുക്കൊരു ഉറപ്പില്ല. നമ്മൾ ഉപവസിക്കുന്നുണ്ടല്ലേ? എത്ര 40, ഒരു വർഷം 2, 3, 40 ഇരിക്കുന്നവരുണ്ട്. ഒരു വർഷം 2, 3, 21 ഇരിക്കുന്നവരുണ്ട്. ഒരു 40 കഴിഞ്ഞാൽ ഒരു 21, അത് കഴിഞ്ഞാൽ ഒരു 7, ഇങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷേ അവരോട് ചോദിച്ചാലും അവർക്ക് ഉറപ്പില്ല. നമ്മൾ പോകുന്ന സത്യം പറഞ്ഞ കൃപയാലാട്ടോ. നമ്മുടെ ഒരു കഴിവുമല്ല, നമ്മുടെ ഒരു മിടുക്കുമല്ല. സ്വർഗത്തിലേക്ക് പോകുന്നെങ്കിലും തമ്പുരാന്റെ കൃപ തന്നെ വേണം, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ആത്മാവിൽ തിരിച്ചറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം സ്വർഗം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇടമാണ്, അല്ലെ? അതിപരിശുദ്ധനായ ദൈവം വസിക്കുന്നത്. ആ ദൈവത്തിങ്കിലേക്ക് ചേരാനുള്ള ഒരു ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതും ഈ ലോകത്തിൽ സംഭവിക്കാൻ നമ്മുടെ ഏറ്റവും വലിയ സംഭവമാണ് ഈ കർത്താവിന്റെ വരവും വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പും എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ ഭൂമിയിൽ ഒരുക്കുക, അതല്ലേ സത്യം. മറ്റു രാജ്യത്തേക്ക് പോകാൻ വിസയും പാസ്പോർട്ടും അതിന്റെ മെഡിക്കലും ഒക്കെ ക്ലിയർ ചെയ്ത് എല്ലാം റെഡിയാക്കുന്ന പോലെ നമ്മളെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ ഇതിനകത്ത് കേട്ടു, ആ ദൈവദാസൻ, നമുക്ക് മാനുഷ്യമായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രിയ ആന്റി പറഞ്ഞ പോലെ 3 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ തമ്പുരാന് അതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യം അദ്ദേഹത്തെ ഒരുക്കി അവിടെ എത്തിക്കുക എന്നുള്ള ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ചിലരൊക്കെ പറയാറുണ്ട്, അയ്യോ അദ്ദേഹം പെട്ടെന്ന് കർത്താവ് എന്താ അങ്ങനെ. ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ ഭൂമിയിൽ അനുഗ്രഹിച്ച് നിൽക്കുക എന്നുള്ളതല്ല. ഈ ഭൂമിയിൽ നിന്ന് കർത്താവിൽ ക്ലിയറായി പെട്ടെന്ന് അവിടേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മരണം കേൾക്കുമ്പോൾ മാനുഷികമായ വിഷമം ഉണ്ടെങ്കിലും കർത്താവ് ആ മനുഷ്യനെ ക്ലിയർ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ കർത്താവിൽ പ്രത്യാശിക്കുക. ആ കുടുംബത്തിന് വേണ്ടത് ദൈവം കരുതും, അവരെ ബലപ്പെടുത്തും, അവർക്ക് വേണ്ട ദൈവം കരുതി മുന്നോട്ട് നയിക്കും. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടാകണം. അപ്പോൾ നാം ആരെ ക്രിസ്തുവിൽ എന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് ക്രിസ്തുവിൽ പോകാം, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ നീതിമാന്മാർ, വിശുദ്ധന്മാർ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ലേഖനങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കി. ക്രിസ്തുവേശുവിൽ വിശുദ്ധ സഭയ്ക്ക് വിശുദ്ധന്മാർക്ക് എഴുതുന്നു, അല്ലെ? അങ്ങനെയല്ലേ എഴുതുന്നത്? വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട കൂട്ടം, സഭയെ വിശുദ്ധീകരിക്കപ്പെട്ട കൂട്ടമായിട്ടാണ്, നീതീകരിക്കപ്പെട്ട കൂട്ടമായിട്ടാണ് കാണുന്നത്. ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. അതിക്രമങ്ങൾ, നമ്മുടെ സകല പാപങ്ങളെയും ശാപങ്ങളെയും ലംഘനങ്ങളെയും അകൃത്യങ്ങളെയും കർത്താവ് നമ്മോട് ക്ഷമിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ക്രൂശിൽ തന്റെ ശരീരത്തെ പാപ പരിഹാര യാഗമായി നൽകിക്കൊണ്ട് കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി അതിന് എന്നേക്കുമായ ഒരു പരിഹാരം വരുത്തിക്കൊണ്ടാണ് കർത്താവ് ഈ പുതിയ നിയമ സഭ സ്ഥാപിക്കുന്നതും ഈ പുതിയ ഉപദേശം, ഈ കൃപയുടെ ഉടമ്പടി നമ്മിൽ സ്ഥാപിച്ച് തരികയും ചെയ്യുന്നത്. അതിക്രമങ്ങൾ, നമ്മൾ ചെയ്ത സകല പാപങ്ങളെയും നമ്മോട് ക്ഷമിച്ച് 2 ചട്ടങ്ങളാൽ വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മാറ്റി. ചട്ടങ്ങളാൽ വിരോധവും പ്രതികൂലമായിരുന്ന എന്താ? ന്യായപ്രമാണം. കാരണം എന്നാ? ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ അന്യരാണ്, പരദേശികളാണ്, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. ആ വാഗ്ദത്വമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാത്തതാണ്. എല്ലാറ്റിൽ നിന്നും നമ്മൾ അകന്നു പോയ. പക്ഷേ ആ പ്രമാണത്തെ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് അങ്ങ് നീക്കിക്കളഞ്ഞു, അതങ്ങ് മാറ്റിക്കളഞ്ഞു. അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ വിരോധവും പ്രതികൂലം. എന്നാ നമുക്ക് ന്യായപ്രമാണ പ്രകാരം ദൈവത്തിന്റെ സന്നിധി ചെല്ലാനൊക്കത്തില്ല, ധൈര്യത്തോടെ നിൽക്കാനൊക്കത്തില്ല. എല്ലാം പ്രമാണം കൊണ്ട് ബന്ധിച്ചിരിക്കുക. അതിനെല്ലാം കർത്താവ് എന്ത് ചെയ്തു?
നീക്കി, അതിക്രമങ്ങൾ നമ്മൾ ക്ഷമിച്ചു, ചട്ടങ്ങളാൽ വിരോധം പ്രതികൂല സകല കൈയെഴുത്തുകളെയും മായിച്ചു. ഒന്ന്, പ്രമാണം എന്ന കൈയെഴുത്ത്. രണ്ട്, പിശാച് നമുക്കെതിരെ എഴുതി നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടത്തില്ല, നിന്റെ തലമുറകൾ നന്നാകത്തില്ല, നിന്റെ ജീവിതം ഗുണം പിടിക്കത്തില്ല, നീ നരകത്തിലേക്കുള്ളവൻ എന്ന് എഴുതി വെച്ച സകല പൈശാചിക സ്ട്രാറ്റജികളെയും തമ്പുരാൻ ക്രൂശിൽ ഉടച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു. അപ്പൊ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു, ന്യായപ്രമാണത്തെ മാറ്റിക്കളഞ്ഞു, പിശാചിന്റെ പദ്ധതികളെയും മാറ്റിക്കളഞ്ഞു. ക്രൂശിന്റെ പരമപ്രധാനമായ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ വാക്യത്തിനകത്ത് കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മായ്ച്ചു കളഞ്ഞെന്ന, മായ്ച്ചു കളഞ്ഞ്. അപ്പൊ നമ്മുടെ ഈ പഴയ നിയമത്തിനകത്ത് ദാവീദ് പറയുന്നൊരു വാക്യമുണ്ട്, ലംഘനം, വാക്യന ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ദാവീദിന് ആ വെളിപ്പാടാ കിട്ടിയിരിക്കുന്നത്. ദാവീദിന് ആ വെളിപ്പാടാ മനസ്സിലായിരിക്കുന്നത്. കാരണം ലംഘനം ക്ഷമിക്കും കർത്താവ്, രണ്ട് പാപത്തെ എന്ത് ചെയ്യണം? മറയ്ക്കും. എന്ന് പറഞ്ഞാൽ ആട്ടുകൊറ്റന്റെയും കാളക്കിടാവിന്റെയും രക്തം എല്ലാ വർഷവും പാപപരിഹാരമായി പുരോഹിതൻ അർപ്പിക്കുന്നതിലൂടെ പാപങ്ങൾ മോചിക്കപ്പെടുകയല്ല, മറിച്ച് പാപം മറയ്ക്കപ്പെടുന്നു. അപ്പൊ മറയ്ക്കപ്പെടുന്ന പാപത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ പാപം അവരിൽ നിന്ന് പൂർണ്ണമായും മാറുന്നില്ല, അവന്റെ അകത്ത് അത് കിടപ്പുണ്ട്, പക്ഷെ മൂടി വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് ഇപ്പോ ഒരു എലി ചത്തു ചീഞ്ഞെന്ന് വിചാരിക്കുക, നമ്മൾ അതിനെ നല്ലൊരു പാത്രം കൊണ്ട് മൂടി വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെയാ പഴയ നിയമത്തിൽ ഒരുവന്റെ പാപത്തിന്റെ പരിഹാരം സംഭവിക്കുന്നത്. മറയ്ക്കപ്പെടുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൽ മനുഷ്യന് ധൈര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരാൻ കഴിയില്ല. രണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ പറയുക, കുറ്റബോധമില്ലാത്ത ഒരു വ്യക്തിയെ നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ മനസാക്ഷി കുത്ത് എന്ന് പറയും. ഇതല്ല, കാരണം ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം ബോധം എപ്പോഴും ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ എപ്പോഴും ആ നിലവാരത്തിലേ നിൽക്കാൻ കഴിയുകയുള്ളൂ. അടുത്തു വരാനോ ശുശ്രൂഷിപ്പാനോ ധൈര്യത്തോടെ നിൽക്കാനോ ഒന്നും സാധ്യമല്ല. അവിടെയാണ് നമ്മൾ ക്രൂശിന്റെ പ്രത്യേകത, നമുക്ക് ലഭിച്ച ഭാഗ്യം നാം മനസ്സിലാക്കേണ്ടത്. ഈ വായിച്ച വാക്യം എങ്ങനെയാണ്? ക്രൂശിൽ തറച്ച് നമ്മൾ മായ്ച്ചു കളഞ്ഞു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെടുകയല്ല, നമ്മുടെ പാപം കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ പൂർണ്ണമായി തമ്പുരാന്റെ രക്തം കൊണ്ട് നമ്മളെ മായ്ച്ചു കളയുകയാണ്. നമ്മളെ ആ പാപത്തെ മായ്ച്ച് ദൈവത്തിന്റെ ദൈവികമായ വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അതുകൊണ്ടാണ് അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായ്ച്ചു. യേശുവിന്റെ രക്തം എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു, എല്ലാം വൈപ്പ് ഔട്ട് ചെയ്തു, വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇനി പാപം, അതായത് ആദമിൽ നിന്ന് വെളിപ്പെട്ട് വന്ന പാപം, നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായി നിന്ന പാപം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചേർന്ന് വരാൻ കഴിയാതിരുന്ന പാപം എന്ത് ചെയ്തു? യേശു സ്വന്തം രക്തത്താൽ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് നിഷ്കളങ്കരാക്കി വിശുദ്ധരാക്കി ദൈവത്തിന്റെ സന്നിധിയോട് നമ്മളെ ചേർത്ത് നിർത്തുവാൻ ഇടയാക്കി തീർത്തു. ഇത് തന്നെയാ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി മനസ്സിലാക്കുന്നത്. 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ മനുഷ്യരും പാപികൾ, നീതിമാൻ ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്നെല്ലാം പറഞ്ഞ് വന്നിട്ട്
മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, മൂന്നാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ നീതി നമ്മളിൽ വെളിപ്പെടുന്നതിനെ കുറിച്ച് എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ അധ്യായം അതിന്റെ 17-ാം വാക്യം എങ്ങനെയാണ്? ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. കണ്ടോ? ഇപ്പോഴോ ദൈവത്തിന്റെ നീതി യേശുക്രിസ്തു മുഖാന്തരം ന്യായപ്രമാണം കൂടാതെ നമ്മിൽ വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ട് യേശുക്രിസ്തുവിന്റെ നീതി നമ്മൾ വെളിപ്പെട്ടു വരുന്നു. കാൽവരി ക്രൂശിൽ തമ്പുരാന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ നമ്മിൽ സംഭവിക്കുന്ന പരമപ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണത്. ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരാണെന്നും കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണെന്നും ഒന്നും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വേണ്ടത്ര ഉറപ്പില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ്. അത് തന്നെയാണ് പിശാച് നമ്മുടെ എല്ലാം ജീവിതത്തെ വളരെ മോശമായ രീതിയിൽ മുതലെടുക്കുന്നതും നമ്മൾ ദൈവസന്നിധിയിൽ ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്നത്. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അങ്ങനെ എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ നിസ്സാരമായ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, പരിശുദ്ധനായ ദൈവം, ആ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ആ ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ അല്ലേ? ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാ. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം അശുദ്ധി ഉള്ളിടത്ത് വസിക്കുവോ? വസിക്കുവോ? അപ്പോൾ ദൈവം നിങ്ങളെ എത്രത്തോളം വിശുദ്ധീകരിച്ചെന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങളെ എത്രത്തോളം നീതീകരിച്ചെന്ന് ചോദിച്ചാൽ, അതിനുള്ള മറുപടി ദൈവത്തിന് നിങ്ങളിൽ വസിക്കാൻ യോഗ്യമായ നിലയിൽ ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചു. ഇത് കുറച്ച് ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ, ഞാൻ നീതിമാനാണ് പാസ്റ്ററെ, ഞാൻ വിശുദ്ധനാണ് പാസ്റ്ററെ, ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങൾ നീതിമാനാണ്, നിങ്ങൾ വിശുദ്ധനാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മരണത്താൽ ദൈവസന്നിധിക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം അത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ഇടമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മൾ നീതീകരിക്കപ്പെടും നമ്മുടെ നീതിയല്ല. നമ്മൾ നിൽക്കുന്ന നീതി നമ്മുടെ സ്വയം നീതിയിലല്ല. സ്വയം നീതിയിൽ നിൽക്കുന്നവരെല്ലാം തോൽവിയാ. നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ നീതിയിലാണ്, ദൈവനീതിയിലാണ്. ഇത് കൃപയാൽ നമുക്ക് കിട്ടിയ ദൈവത്തിന്റെ ഒരു ദാനമാണിത്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 1:30 ഒന്ന് വായിക്കാമോ?
പ്രശംസിക്കുന്ന ആ തന്നെ നിങ്ങളോ അതന്നെ. അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ അത് നമുക്ക് തന്നെ. നിങ്ങൾ ആ വാക്യം പല വട്ടം വായിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് നിർത്തി ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. പറയാ. അപ്പൊ നിങ്ങളിപ്പോ എവിടെയാ? ക്രിസ്തുവേശുവിൽ. അല്ലെ? ഒന്ന്, രണ്ട് വെളിപ്പാടുണ്ട്. ഒന്ന്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നു. രണ്ട്, പറയാണ് ക്രിസ്തുവിൽ നിങ്ങളിരിക്കുന്നു. കണ്ടോ? അപ്പൊ ക്രിസ്തു ഉണ്ട് അകത്തും പുറത്തും. ഓക്കെ, ഇനി വായിച്ചോ. ഇനി അവൻ ബാക്കി വായിച്ചോ. അവൻ നമുക്ക് ആരാ? യേശു നമുക്ക് ദൈവത്തിൽ നിന്നും അത് പ്രത്യേക. യേശു നമുക്ക് ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീരുമെന്നാണോ? അല്ല. പൗലോസ് പറഞ്ഞ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പാപം ചെയ്യാതെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ തെളിയിച്ചാൽ ഭാവിയിൽ നിങ്ങൾ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ വിശുദ്ധീകരണവും ദൈവത്തിന്റെ വീട് തീരാൻ സാധ്യത ഉണ്ടെന്നാണോ? അല്ല. എപ്പോഴാണോ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നത്, എപ്പോഴാണോ നിങ്ങൾ ക്രിസ്തുവിലായത്, ആ ക്രിസ്തുവിലായ സമയത്ത് നിങ്ങളിൽ ഒരു കാര്യം സംഭവിച്ചു. അത് നിങ്ങളുടെ കഴിവ് കൊണ്ട് സംഭവിക്കുന്നതല്ല, നിങ്ങളുടെ മിടുക്ക് കൊണ്ട് സംഭവിക്കുന്നതല്ല, നിങ്ങളുടെ ഉപവാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് സംഭവിക്കുന്നതല്ല. ദൈവത്തിന്റെ കൃപയാണ് അത് നിങ്ങളിൽ വെളിപ്പെട്ടു വന്നത്. എങ്ങനെയാണ് സംഭവിച്ചത്? പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെ എന്ത് സംഭവിച്ചതറിയുമോ? നിങ്ങൾ നീതീകരണം സംഭവിച്ചു, വിശുദ്ധീകരണം സംഭവിച്ചു. നിങ്ങൾ കണ്ടോ? അതാണ് കൃത്യമായി അവിടെ എഴുതി. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ജ്ഞാനം, നീതി, കണ്ടോ? ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് ആയി തീർന്നു. ഓൾറെഡി നിങ്ങളിൽ അത് സംഭവിച്ച് കഴിഞ്ഞു. എത്ര ശ്രേഷ്ഠകരമായ രീതിയിലാ ധന്യനായ പൗലോസ്ലീഹ ആ വചനത്തെ നമുക്ക് എന്ന് പറഞ്ഞാൽ, പിതാവിന്റെ സന്നിധി നമുക്ക് ആർക്കും നിൽക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളിപ്പോ നിൽക്കുന്നത് പിതാവിന്റെ സന്നിധി എങ്ങനെയാണെന്നറിയാമോ? യേശുവിന്റെ നീതി പ്രാപിച്ച് നിൽക്കുക. അതാ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പഴയ ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോ പഴയ നിയമത്തിലുള്ള പുരോഹിതന്മാർ ഉൾപ്പെടെ ഇറങ്ങി ഓടിയവരെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണേ? ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഓടിയനെ. ജോയിസാന്റെയൊക്കെ ആദ്യം ഓടും. എന്താ ഓടുന്നത് ചോദിച്ചാൽ, എന്റെ വാസന ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കാൻ മേല. ഇപ്പൊ എന്താ ഓടാത്ത? ക്രിസ്തുവിന്റെ നീതി ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ ധൈര്യത്തോടെ നിർത്തുക. ക്രിസ്തുവിലൂടെ പ്രാപിച്ച വിശുദ്ധി ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ നമ്മളെ ധൈര്യത്തോടെ നിർത്തുക. അതുകൊണ്ട് തന്നെയാണ് ഈ പാപം ചെയ്യുന്നവരെ കാണുമ്പോൾ പറയാം, ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ അവർ കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കും, അവർ പ്രാഗൽഭ്യമില്ലാതെ വരും. ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ലഭിച്ച നീതിയെ, വിശുദ്ധിയെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇത് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളെല്ലാം ചിന്തിക്കും നമ്മുടെ സ്വയം നീതി. അതാ നമ്മുടെ പ്രശ്നം. നമ്മൾ പറയേണ്ട കാര്യമുണ്ട്, ഞാൻ നിൽക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയിലാണ്. നമുക്ക് നിത്യതയിൽ എത്തണമെങ്കിൽ ക്രിസ്തുവിന്റെ നീതിയിൽ നിന്നാലേ പറ്റൂ. നിത്യതയിൽ എത്തണമെങ്കിൽ ക്രിസ്തുവിന്റെ വിശുദ്ധിയാണ് എന്നിൽ സ്വർഗം തന്നിരിക്കുന്നത് എന്ന് നമ്മൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നെങ്കിൽ ക്രിസ്തുവിന്റെ ജ്ഞാനം, ക്രിസ്തുവിന്റെ നീതി, ക്രിസ്തുവിന്റെ വിശുദ്ധീകരണം,
ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് ഇത് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെന്ന ആത്മ മനുഷ്യനിലാണിത് വന്നത്. അവിടെയാണ് യഥാർത്ഥ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്നത്. നമ്മളെന്ന ആത്മ മനുഷ്യനിൽ ഇത് വന്നു കഴിഞ്ഞു. ഇത് വരാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി മാറിയത്. 2 കൊരിന്ത്യർ 5:20 ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അറിയാത്തവനെ, ആരാ പാപം അറിയാത്തവൻ? യേശു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത്. വളരെ ശ്രദ്ധിക്കണം. പാപം അറിയാത്തവനെ, യേശു പാപം അറിയാത്ത അതിന് നാം എന്ന് പറഞ്ഞ എന്റെ പേര് ബൈജു, നിങ്ങൾ പറയണം. ജോയ്സ്, നിങ്ങളുടെ പേര് നിങ്ങൾ പറയണം. ബൈജു യേശുവിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. കണ്ടോ? നിങ്ങൾ അങ്ങനെ എന്നാ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ പേര് പറഞ്ഞ് ജോയ്സ് അവനിൽ ദൈവത്തിന്റെ നീതിയായ. കണ്ടോ? ആകേണ്ടതിന്. ആ വാക്യം നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ മറക്കാൻ കഴിയില്ല. അവൻ എനിക്ക് വേണ്ടി പാപമാക്കി. കണ്ടോ? അവൻ എനിക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ ക്രൂശിൽ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പറയും ക്രൂശിൽ തകർക്കപ്പെട്ടു കൊടുക്കപ്പോൾ എല്ലാം പറഞ്ഞു. ക്രൂശിൽ സംഭവിച്ചൊരു ഡിവൈൻ എക്സ്ചേഞ്ച് നടന്നു. ആ ഡിവൈൻ എക്സ്ചേഞ്ചിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ പാപത്തെ ക്രിസ്തു സ്വീകരിക്കുകയും ക്രിസ്തുവിന്റെ നീതി നിങ്ങളിലേക്ക് വെളിപ്പെട്ട് വരികയും ചെയ്തു. ഡിവൈൻ എക്സ്ചേഞ്ച്. ആ നിങ്ങളുടെ പാപത്തെ ഏറ്റെടുത്തത് കൊണ്ടാണ് ദൈവത്തിന് അവിടെ നിലവിളിക്കേണ്ടി വന്നത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ക്രിസ്തുവിന്റെ ഐഹിക കാലം മുഴുവനും പിതാവേ എന്ന ക്രിസ്തു അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ദൈവമേ എന്ന് പറഞ്ഞിട്ടില്ല. പിതാവേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്നാ? പാപമില്ലാത്ത ക്രിസ്തു, ദൈവമായിട്ടുള്ള ബന്ധം, അപ്പൻ മകൻ എന്ന ബന്ധം, അത് സ്ട്രോങ് ആണ്. പാപമില്ലാത്തത്. ക്രിസ്തു നീതീകരിക്കപ്പെട്ടത്, വിശുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പിതാവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ, ആദാമ്യ പാപത്തെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ആ ബന്ധം നഷ്ടപ്പെട്ടു. അവിടെ പാപിയായ ഒരു മനുഷ്യൻ, അതായത് ക്രിസ്തു എനിക്ക് പകരം കിടക്കുക, അവിടെ നിങ്ങൾക്ക് പകരം കിടക്കുക, അവിടെ പാപിയായിട്ട് കിടക്കുക. അവിടെ പിതാവിന് യാതൊരു കോംപ്രമൈസും യേശുവിനോടില്ല. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ കർത്താവ് നിലവിളിക്കുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് നമ്മുടെ നിലവിളിയാണ്. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പിതാവായ ദൈവം പുത്രനെ കൈവിട്ട് കളഞ്ഞു. ഇതാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാന്നൊക്കെ അവിടെ സ്നേഹിച്ചെന്ന് പറയുന്നു. നമ്മളെ ചേർത്ത് പിടിക്കാൻ കർത്താവിനെ കൈവിട്ട് കളഞ്ഞു. അതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായെന്നറിയാമോ? നാം ക്രിസ്തുവിന്റെ നീതിയിലേക്ക് വന്നു, ക്രിസ്തുവിന്റെ വിശുദ്ധിയിലേക്ക് വന്നു. യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ കണ്ട. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാനും പിതാവും എന്നല്ല പറഞ്ഞത്. കണ്ടോ? പിതാവും പുത്രൻ എന്ന ബന്ധമായിരുന്നു. അത് തന്നെ നമ്മളിലേക്കും പകരപ്പെട്ടു തന്നു. ഇനി നിങ്ങൾ ദാസന്മാരല്ല, അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ് നിങ്ങളിലുള്ളത്.
ഈ പുത്രത്വത്തിന്റെ ആത്മാവ് ഒരുവനിൽ വരണമെങ്കിൽ അവനിൽ നീതീകരണം ഉണ്ടാകണം, അവനിൽ വിശുദ്ധീകരണം ഉണ്ടാകണം. യേശു അത് ഈ ലോകത്തെ തെളിയിച്ച ഇത് തന്നെയാണ് നമ്മളിലും സംഭവിച്ചത്. നമ്മൾ എന്ന ആത്മമനുഷ്യനിൽ സംഭവിച്ച കാര്യം. ഇന്ന് സ്വർഗസ്ഥനായ പിതാവേ, അല്ലെങ്കിൽ അബ്ബ പിതാവേ എന്ന് നാം ധൈര്യത്തോടെ വിളിക്കുന്നില്ലേ? ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. നമ്മൾ ധൈര്യത്തോടെ ചെല്ലുന്നില്ലേ? പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഒരു അസാധാരണമായ ധൈര്യവും അസാധാരണമായ ബലവും നമുക്ക് വരുന്നില്ലേ? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച കർത്താവിന്റെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന തരത്തിൽ നമ്മുടെ ആത്മ മനുഷ്യനാണ്, ആ അധികാരമുള്ള മനുഷ്യനാണ് എന്നുള്ളതിന്റെ തെളിവാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളാണെന്നുള്ളത്. ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. റോമാലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ വിഷയങ്ങളെല്ലാം പറയും. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അല്ലെങ്കിൽ സഹോദര സഹോദരി വിശ്വസിക്കുക, യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കേ. അതേ വിശ്വാസം നമ്മുടെ ലൈഫിലേക്ക് നീതിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവരണം. എങ്ങനെയാ നീതീകരിക്കപ്പെട്ടെ? 40 ഇരുന്നപ്പോഴാണോ? അല്ല, വിശ്വാസത്താൽ ഹല്ലേലൂയ നീതീകരിക്കപ്പെട്ടിട്ട്. കേട്ടോ, ഇത് ആലപ്പുഴ കയ്യിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നോ വചനമല്ല. ധന്യനായ പൗലോസ്ലീയുടെ വെളിപ്പാട് കൃത്യമായി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനം. കണ്ടോ? അതിന്റെ താഴോട്ട് വായിച്ചാൽ ആ ഒരൊറ്റ അധ്യായം തന്നെ 2 മണിക്കൂറത്തെ പ്രസംഗം കിടപ്പുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ ആരാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യാണ്. 6-ാമത്തെ വാക്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു മതി. നമ്മള് ആരായിരുന്നു? നമ്മള് ബലഹീനരായിരുന്നു. അടുത്ത 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പാപികളായിരിക്കും. 1, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. 2, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. ഇനി അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒരു കാലത്ത് ബലഹീനരായിരുന്നു, പാപികളായിരുന്നു, ശത്രുക്കൾ ആയിരുന്നു. ഇനിയാണ് 10-ാമത്തെ വാക്യം. നമുക്ക് അവന്റെ പുത്രനെ മരണത്താൽ 10-ാമത്തെ വാക്യം വായിച്ചു. ദൈവത്തോട് നിറപ്പ് വന്നു എങ്കിൽ നിറന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല നമുക്കിപ്പോൾ നിറപ്പ് ലഭിച്ചിരിക്കുന്നു. ആമേൻ. പാപികൾ, ബലഹീനർ, ശത്രുക്കൾ ആയിരുന്ന നമ്മളെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചത്, ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസത്താൽ ബലഹീനത മാറി ദൈവത്തിന്റെ നീതിക്കകത്ത് കയറി. പാപം മാറി ദൈവത്തിന്റെ വിശുദ്ധിക്കകത്ത് കയറി. ശത്രുത്വം മാറി ദൈവത്തിന്റെ പുത്രത്വത്തിനകത്ത് നമ്മൾ കയറി. ഇതിനെക്കുറിച്ച് അറിയാത്തതാണ് ഈ പള്ളിയിലൊക്കെ പണ്ട് പോയിട്ടുള്ളവർക്ക് അറിയാം.
പുരോഹിതൻ ഏറ്റവും അവസാനം അല്ലെ പറയും, ആ മതബോധക്കകത്ത് കൈ പിടിച്ചോണ്ട് തിരിഞ്ഞു പറയും, ബലഹീനനും പാപിയുമായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അപ്പൊ അതുവരെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചത്, കുർബാന ചൊല്ലിയും പ്രാർത്ഥിച്ചത് ആരായിരുന്നു? പാപി. എന്റെ അർത്ഥം എന്നാ? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വിശ്വാസികളുടെ തലയ്ക്ക് അടിച്ചിട്ട് വേണ്ട, കുഞ്ഞെ ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടില്ല. നിങ്ങൾ വന്നു നിന്നവരെല്ലാം മണ്ടന്മാർ. പക്ഷെ ഇതൊന്നും അറിയാതെ പിറ്റേ ഞായറാഴ്ചയും വന്ന് നിൽക്കും. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പക്ഷേ നമ്മളെ കുറിച്ചായി എഴുതി വെച്ചിരിക്കുന്നത്. ഈ വാക്യം വായിച്ചിട്ട് പറയണം, എന്നെ കുറിച്ചായി എഴുതി വെച്ചിരിക്കുന്നതെന്ന്. നമ്മൾ അങ്ങനെയാ ചിന്തിക്കുന്നത്. എന്നെ കുറിച്ച് എഴുതിയിട്ടേ, ഈ കാണുന്ന ഞാനാണ്. ഒരു കാലത്ത് ഈ ബലഹീന ഞാനായിരുന്നു, ഒരു കാലത്ത് ഈ പാപി ഞാനായിരുന്നു, ഒരു കാലത്ത് ഈ ശത്രു ഞാനായിരുന്നു ദൈവത്തിന്റെ മുമ്പാകെ. പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവ് യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനം ലഭിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ക്രിസ്തുവേശുവിൽ നീതീകരിക്കപ്പെട്ട, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ നിൽക്കുന്നത് എന്റെ സ്വന്തം നീതിയിലല്ല, ക്രൂശിൽ എനിക്ക് സ്വർഗം തന്ന ദൈവനീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എനിക്ക് വേണ്ടി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയാകേണ്ടതിന് എനിക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ഒരുവനുണ്ട്. അതാണ് എന്റെ കർത്താവ്. ആ വചനമായി ഏറ്റവും ധൈര്യം. ഞാൻ നീതിയാകാൻ യേശു പാപിയായെന്ന്. എത്ര ശ്രേഷ്ഠമല്ലേ! ഞാൻ നീതിയാകേണ്ടതിന് യേശു എനിക്ക് വേണ്ടി പാപമാക്കപ്പെടുന്നു. എന്റെ ദൈവമേ, നമ്മൾ ക്രിസ്തുവിൽ നിന്ന് കണ്ടെത്തേണ്ടതും പഠിക്കേണ്ടതുമായ മർമ്മങ്ങൾ ഇതാ ദൈവമക്കളെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് ഇതാ. അടുത്തതാണ് നമ്മൾ ആ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വായിച്ചത്. എന്താ വായിച്ചത്? യേശു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പും ശുദ്ധീകരണവും ആയി തീർന്നു. കണ്ടോ? കാരണം എന്നാ? എന്താ തീർന്നു എന്ന് പറയാൻ കാരണം എന്നാ? ക്രൂശിൽ അത് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എപ്പോഴും എന്നിലേക്ക് ഇത് വരുന്നത്? ഞാൻ ഇതിനെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുമ്പോ. നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? എന്ന് പറഞ്ഞേ. അല്ലേ? നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ലേ? ധൈര്യമായിട്ട് പറ. അതെ, നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാനുള്ള കാരണം എന്താ? റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ എന്താ? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വാക്കുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇതെല്ലാവരും അനുസരിക്കുകയും അതുപോലെ ചെയ്യുകയും അത് വിശ്വസിക്കുകയും ചെയ്യും. നമ്മളോട് ആരും ബ്രദറെ അല്ലെങ്കിൽ സിസ്റ്റർ രക്ഷിക്കപ്പെടാണോ? അത് രക്ഷിക്കപ്പെട്ടതാ. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, രക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ ചോദിച്ചേ, അതേ വചനം തന്നെയല്ലേ ഇതും? അതേ ബൈബിളിൽ തന്നെയല്ലേ ഇതും എഴുതി വെച്ചിരിക്കുന്നത്? യേശു നിങ്ങൾക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. എന്തിനാ? നിങ്ങൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അതേ വചനം തന്നെയല്ലേ ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്? സിമ്പിളായിട്ടും ചിന്തിച്ചു നോക്കി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ രക്ഷിക്കപ്പെട്ടോ? പിന്നെ ഈ വചനം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ബ്രദറെ, ഇനിയിപ്പോ ആര് പറഞ്ഞാലും അത് ഉറപ്പാണ്. കുഞ്ഞെ, അതുപോലെ തന്നെ വിശ്വസിക്കണം ഈ വചനവും. ഞാൻ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ക്രിസ്തു എനിക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നീതിയാ. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അയ്യോ, ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ, ചിന്ത കൊണ്ട് ഇങ്ങനെ, അയ്യോ എന്റെ നീതി എല്ലാം പോയി. നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ജീവിതവും നമ്മുടെ രീതി എല്ലാം, അതിലേക്ക് ഞാൻ വരാം.
ഇതെല്ലാം നമ്മൾ വെളിപ്പെടണം. കാരണം നമ്മൾ 2 പ്രമാണമുണ്ട് പൗലോസ് പറയുന്നത്. ഒന്നെന്നാ ആത്മാവിന്റെ പ്രമാണം നമുക്ക് കിട്ടി, 2 ജഡത്തിന്റെ ഒരു പ്രമാണമുണ്ട്, പാപത്തിന്റെ പ്രമാണം. അതിനോട് നമുക്കൊരു പോരാട്ടമുണ്ട്. അവിടെയാണ് കോപവും ക്രോധവും ദേഷ്യവും പ്രശ്നമൊക്കെ വരുന്നത്. അതിനെ നമ്മൾ ജയിക്കണം. അത് വിശ്വാസത്തിന്റെ തുടക്കത്തിൽ കയറി നമ്മൾ ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ തികവിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളൊക്കെ വളരുന്ന പറഞ്ഞാൽ അതാ. നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് കയറി വരുമ്പോ നമുക്ക് അതിനെല്ലാം ജയിച്ച് കയറാൻ പറ്റും. നമ്മൾ ഈ ശൈശവത്തിൽ കിടന്ന് കറങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വചനം കട്ടിയായ ആഹാരമല്ല, പാലത്ത്. ഈ പാല് കുടിച്ചല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 35 വയസ്സുള്ള 40 വയസ്സുള്ള നിങ്ങൾ ഇപ്പോഴും നിപ്പിളിനകത്ത് കുടിച്ചോണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ന്യായപ്രമാണം എപ്പോഴൊക്കെ ആചരിച്ചും വിശ്വസിച്ചും കേട്ടിരിക്കുന്നോ നിങ്ങൾ നിപ്പിളിനകത്ത് പാല് കുടിക്കുക. കാരണം ന്യായപ്രമാണം എന്താ? ശിശുപാലകൻ. കൃപയാണ് നമ്മളെ ക്രിസ്തുവിൽ ധൈര്യമായി ഉറപ്പിച്ച് ക്രിസ്തുവിൽ വളർത്തി നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് കൃത്യമായി പറഞ്ഞു, ന്യായപ്രമാണം കൂടാതെ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു. ന്യായപ്രമാണം കൃപയും എന്ന് പറഞ്ഞത് തന്നെ ഒരു സബ്ജക്റ്റാ കേട്ടോ. ന്യായപ്രമാണത്തിനാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അത് ന്യായപ്രമാണത്തിലുള്ളതാ. നമ്മള് അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സൺഡേ സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന അതല്ലേ, ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പുതിയ നിയമത്തിനകത്തെ, ശരിക്കും പുതിയ നിയമം എന്ന് പറയാൻ പറ്റില്ല, പുതിയ ഉടമ്പടി എന്ന ന്യൂ കവനന്റ്, ഈ പുതിയ നിയമത്തിലെ ഇങ്ങനത്തെ വാക്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ചില കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ്, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ഒക്കെ ആയിരുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയോ ദയനീയമായ അവസ്ഥയാണെന്നറിയാമോ? എന്റെ ചർച്ച ഞാൻ സമ്മതിക്കില്ല. പുതിയ നിയമത്തിൽ അല്ലാതെ ഒരു വാക്യം എന്റെ കുഞ്ഞുങ്ങൾ പറയാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒറ്റ കാര്യമുള്ള സങ്കീർത്തനം. ഞാൻ സങ്കീർത്തനത്തിന് എതിരല്ല, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. പരിധി ഇല്ലാതെ പ്രസംഗിക്കാനും വിളിച്ചു പറയാനും ഉള്ളത് പുതിയ നിയമമാണ്, രക്ഷയുടെ പൂർണ്ണ. അതുകൊണ്ടല്ലേ നമ്മൾ ന്യൂ ടെസ്റ്റ്, പുതിയ നിയമം മാത്രം എടുത്ത് വിതരണം ചെയ്യുന്നത്. പഴയ നിയമം എന്ന് പറയുന്നത് നിഴലും പുതിയ നിയമം എന്ന് പറയുന്നത് പൊരുളുമാണ്. പഴയ നിയമം നമുക്ക് വേണം. കാരണം എന്നാ? അത് ഒന്ന് ചരിത്രമാണ്. ഭൂമിയുടെ ഉൽപ്പത്തി തൊട്ട് നമുക്ക് അറിയണമെങ്കിൽ അറിയണം പുതിയ നിയമം. പഴയ നിയമം അറിയണം, അബ്രഹാമിനെ അറിയണം, ഇസ്രായേലിനെ അറിയണം. 2, ഇനിയും നിവർത്തിക്കപ്പെടാനുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കിടക്കുന്നുണ്ട്. പഴയ നിയമത്തെ തള്ളാനൊക്കത്തില്ല, അതിനെ ഒഴിവാക്കാനേ പറ്റില്ല. പക്ഷെ ഓർക്കണം, പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദാസത്വത്തിന്റെ ആത്മാവിലാണ്, ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് ദാസത്വത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, ദാസന് യജമാനനോട് തോന്നുന്നത് പോലെ, ദാസിക്ക് യജമാനത്തിയോട് തോന്നുന്നത് പോലെ അങ്ങനെ വരുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമുക്ക് അങ്ങനെയാണോ വേണ്ടത്? അല്ല. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് കൺഫേം ആണ്, ഉറപ്പാണ്. പഴയ നിയമത്തിൽ ശത്രുക്കൾ ഒരുപാടുണ്ട്. കാരണം എന്നാ? അത് ജഡത്തിന്റെ പ്രമാണമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ശത്രുക്കൾ ഉണ്ടോ? ശത്രുവേ ഉള്ളൂ. പിശാച് എന്ന ശത്രുവേ ഉള്ളൂ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനായി, അത് അത്ര വലിയ ശത്രുവിനെ സ്നേഹിച്ചേ പറ്റൂ. ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന കർത്താവ് പറഞ്ഞ് ഒറ്റ ശത്രുവുള്ളൂ പുതിയ നിയമത്തിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ശത്രുക്കൾ കാണുകേ അവൻ എനിക്ക് വിരുന്നൊരുക്കിയെന്ന് പറയുമ്പോൾ എന്തൊരാവേശമാ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഈ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആരെയാ? കാൽവരിയിൽ കർത്താവ് തകർത്ത പിശാചിനെ അല്ലേ? വേറെ ആരെയും മനസ്സിൽ വരികയല്ലോ. നിങ്ങളെ വേദനിപ്പിച്ചവരെ,
നിങ്ങളെ കുറ്റപ്പെടുത്തിയവരെ, നിങ്ങളെ തരം താഴ്ത്തി പറഞ്ഞവരെ, ആരെയും മനസ്സിൽ, അയൽവക്കക്കാരനെ ആരെയും മനസ്സിൽ വരികയല്ലോ അല്ലേ? എത്ര ഡീസന്റാ. അങ്ങനെ വരാൻ പാടില്ല. പുതിയ നിയമത്തിനകത്ത് അതാ ക്രിസ്തുവിന്റെ വെളിപ്പാടിനകത്ത് കയറുമ്പോ ഇങ്ങനെ ഡീപ്പായിട്ട് കയറുമ്പോ അങ്ങനെ വരുന്നത്. നമുക്ക് ശത്രുല്ല. ഞാൻ ദൈവകൃപയാൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരൊറ്റ കാര്യമുള്ള, ആരോടും പിണങ്ങിയിരിക്കത്തില്ല. എനിക്ക് ഒരാളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലെങ്കിൽ ഹായ് ബൈ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഒരു കീപ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും ഒരാളോടും. അത് കർത്താവ് എനിക്ക് തന്നൊരു വെളിപ്പാടാണ്. ഞാൻ അത് എന്നെ എത്ര എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കീപ് ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കത്തില്ല. കാരണം എന്താ, അത് പഴയ നിയമ. പുതിയ നിയമത്തിൽ എനിക്ക് ക്ഷണപ്രകാരമുള്ളത് പറ്റത്തില്ല. നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ, കാരണം എന്റെ അകത്തിരിക്കുന്ന യേശുവല്ലേ. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. എടാ, ഏറ്റവും വലിയ പാപിയായി എന്നെ യേശു സ്നേഹിച്ചെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ ശത്രുവായിരുന്ന എന്നെ കർത്താവ് സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്ത് മകനാക്കി തമ്പുരാന്റെ നീതി തന്ന് വിശുദ്ധി തന്ന് ആ സ്വർഗീയ ഓഹരിക്ക് അവകാശിയാക്കി നിർത്തിയെങ്കിൽ അതിനെക്കാട്ടിൽ വലിയ ത്യാഗമൊന്നും എനിക്ക് ഈ ഭൂമിയിൽ ആരുടെ മുമ്പിൽ കാണിക്കാനില്ല. സ്തോത്രം, സ്തോത്രം. ഇത് ക്രിസ്തു നമുക്ക് നൽകി തന്ന ആ ഒരു വെളിപ്പാട്. ദൈവമക്കളെ, ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ആരും പറയരുത് ഇനി ഞാൻ നീതീകരിക്കപ്പെട്ടവരല്ലെന്ന്. വിശുദ്ധീകരിക്കപ്പെട്ട നിങ്ങളെ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കിയെന്നല്ലേ? അല്ലേ? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. യേശുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ആ 10 ഏക്കർ സ്ഥലത്തിന്റെ അവകാശം നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. അതിന് ഞാൻ യഥാർത്ഥമായി പറഞ്ഞാൽ സ്വർഗം മുഴുവനും കർത്താവിന്റെയാ. അതിന്റെ ആ സ്വർഗം മുഴുവൻ കർത്താവിന്റെ, അതിന്റെ അവകാശം നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. അങ്ങനെ ഒരു അവകാശം നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ പാപിയാണെങ്കിൽ പറ്റില്ല, നിങ്ങൾ അനീതിയിലാണെങ്കിൽ പറ്റില്ല. നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാൻ സാധിക്കില്ല, വിശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കില്ലെങ്കിൽ ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ കൂട്ടാവകാശം നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാനും വിശുദ്ധീകരിക്കപ്പെടാനും യേശു ക്രിസ്തുവിലൂടെ സാധ്യമാണെന്ന് ഈ വചനത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് കൊണ്ട് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിന്റെ സകലത്തിനും കൂട്ടവകാശിയാണെന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. എങ്കിലേ ക്രിസ്തുവിൽ നമുക്കൊരു ധൈര്യം കിട്ടും, പാപം ചെയ്യാതിരിക്കാനൊരു ധൈര്യം കിട്ടും. ആ ദൈവത്തിന് ഇനി നമുക്കുണ്ട് ഈ ഒരു സംഭവം കിട്ടിയ യേശു വരാറായി എന്ന് കേൾക്കാൻ നമ്മുടെ ഉള്ളിലൊരു തിളപ്പ. കാരണം എന്നാ, ഞാൻ അങ്ങോട്ട് കയറാൻ സമയമായി. ഞാൻ എന്റെ ക്രിസ്തുവിന്റെ അവകാശത്തിലേക്ക് ഞാൻ കയറാൻ സമയമായി. ദൈവമക്കളെ, ഞാൻ പറയുന്നു, ഇത് ജഡമണ്ഡലത്തിൽ ചിന്തിക്കരുത്. നിങ്ങളുടെ ഒരു ഇമോഷനെ ഇത് ഇളക്കത്തില്ല, നിങ്ങൾക്ക് ആത്മാവിലാകാൻ കഴിയില്ല. പക്ഷെ ആത്മമണ്ഡലത്തിൽ നിങ്ങളെന്ന അകത്തെ മനുഷ്യൻ, ജോയ്സ് ജേക്കബ് എന്ന അകത്തെ മനുഷ്യനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം എന്നാ, ഈ പുറമേ കാണുന്നത് ഇവിടെ തീരും, ഇവിടെ ഇട്ടിട്ട് പോണം. അകത്തുള്ള നാമാണ് യഥാർത്ഥ നാം. ആ അകത്തുള്ള നമ്മിൽ സംഭവിക്കുന്ന കാര്യമാണിത്. ഇതാണ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും കൈയെഴുത്ത് മായ്ച്ചെന്ന് പറയുന്ന അർത്ഥം ഇതാ. സകലതും മായ്ച്ചു ദൈവമക്കളെ, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപത്തെ പിശാചിന് ക്ലെയിം ചെയ്യാൻ കഴിയാതെ വണ്ണം. പഴയ നിയമത്തിന്റെ പ്രത്യേകത പാപം മറയ്ക്കപ്പെടുക. പിശാചിന് എപ്പോ വേണേലും ക്ലെയിം ചെയ്യടാ, നീ ചെയ്ത പാപം ദേ അവിടെ മറയ്ക്കപ്പെട്ട് കിടക്കുന്നുണ്ട്, എനിക്ക് കാണാം.
പക്ഷേ പുതിയ നിയമത്തിൽ പിശാച് നോക്കുമ്പോൾ എന്റെ അകത്ത് കിടക്കുന്ന പാപത്തെ കാണാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ രക്തം എന്നെ കഴുകി. പിശാച് നോക്കി എന്നിലുള്ള പാപത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ആദാമ്യ പാപത്തിൽ തുടങ്ങി എന്നിൽ വന്ന പാപത്തെ പിശാചിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുകയും യേശുവിന്റെ രക്തം എന്റെ പാപം പോക്കി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ പാപത്തെ പിശാചിന് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം രക്തം അതിനെ കഴുകി വിശുദ്ധീകരിച്ചു, എന്നെ നിർമ്മലീകരിച്ചു. ഞാൻ കർത്താവിന്റെ വിശുദ്ധ മണവാട്ടിയ വിശുദ്ധ കാന്തയാണ്. അവൻ എന്നെ ആ നിലവാരത്തിൽ നിർത്തിയിരിക്കുക. പക്ഷെ പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഒരു ചിന്തയുണ്ട് കേട്ടോ. നീ ആ പാപം ചെയ്തില്ലേ, നീ ആ തെറ്റ് ചെയ്തില്ലേ, നിനക്ക് ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ പറ്റില്ല. ഇത് പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിരുന്ന കുറ്റബോധമാണ്. പല വിശ്വാസികളും പോകുന്ന ഈ കുറ്റബോധത്തില്. അതുകൊണ്ട് എന്തേലും ജീവിതത്തിൽ അത് രോഗപ്രശ്നം, അയ്യോ ഞാൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞെ, പിന്നെ ക്രൂശിൽ കർത്താവ് എന്തിനാ ഈ പരിണിത ഫലം അനുഭവിച്ചേ? എന്തിനാ കർത്താവ് എന്റെ ദൈവമേ നീ എന്റെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് നിലവിളിച്ച്? എന്തിനാ കർത്താവ് മുൾക്കിരീടം ധരിക്കപ്പെട്ടത്? എന്തിനാ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ ആ ശരീരം വിരൂപമാക്കപ്പെട്ടത്? പാപത്തിന് നിങ്ങളിൽ ശിക്ഷ വിധിക്കാനായിരുന്നെങ്കിൽ എന്തിനാണ് ക്രിസ്തുവിൽ അങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ടത്? ചിന്തിക്ക്, മനസ്സിലാക്ക്. എന്നിട്ട് കർത്താവിനെ മുട്ടുകുത്തി, കർത്താവേ എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഏൽപ്പിക്കപ്പെട്ട നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നു, അത് ഹിമം പോലെ വെളുപ്പിച്ച് നിന്നെ ശുദ്ധീകരിക്കും. പിന്നെ പിശാച് നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ചിന്തകളിലൂടെ കൊണ്ടുവരുന്ന അവന്റെ തന്ത്രങ്ങളെ നീ വെട്ടിക്കളഞ്ഞോണം. കാരണം എന്നാ? യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിക്കുന്ന ഉറപ്പ് തന്നതാ. അത് ഞാൻ വിശ്വസിച്ചത് കൊണ്ട് അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് പിശാച് നിനക്കിനി ഇതിനകത്ത് ഒരു കാര്യമില്ല. ധൈര്യമായിട്ട് പറയണം. ലൈഫിൽ ക്ലിയർ ചെയ്ത് പോകണം. തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. നമ്മൾ പറയല്ലേ, ഫോണിനെ അപ്ഡേറ്റ് ചെയ്യുന്ന പറയത്തില്ലേ, സിസ്റ്റം അപ്ഡേറ്റ്. ഇത് തന്നെയാണ്. കാരണം എന്നാ? പാപം നിറഞ്ഞ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് യേശുവിന്റെ സന്നിധിയിൽ എപ്പോഴും അപ്ഡേഷൻ ആവശ്യം. കർത്താവ് വരുവോളം ഇത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. കുഞ്ഞെ, നീ ഇനി പാപി എന്ന് പറയരുത്. ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. എടുത്തു പറയണം, ഞാൻ എന്റെ നീതിയിലല്ല, ക്രൂശിൽ സ്വർഗം എനിക്ക് തന്നൊരു നീതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് എനിക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ഒരു കർത്താവുണ്ട്. ക്രിസ്തുവിന്റെ നീതി എനിക്ക് തരികയും എന്റെ പാപം ക്രിസ്തു ഏറ്റെടുക്കുകയും ചെയ്തതാണ് ക്രൂശിലെ മരണം. ഞാനത് വിശ്വസിക്കുന്നെന്ന് നീ പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എന്റെ പാപം ക്രിസ്തുവിലേക്കും ക്രിസ്തുവിന്റെ നീതി എന്നിലേക്കും വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. പക്ഷേ ഇന്ന് 15 വർഷം 20 വർഷം 30 വർഷം അവരാ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവ് വന്നാ പോവോ? അറിയാമല്ലോ മാസ്റ്ററെ, പോവാ. പക്ഷെ ഭയങ്കര കൂട്ടം മാത്രമേ തകർക്കുക. ഉപവാസത്തിന് ഒരു കുറവുമില്ല, തിരിച്ചറിവുകളില്ല വചനത്തിന്റെ. നിങ്ങൾ പറയണം, ഞാൻ ക്രിസ്തുവിന്റെ നീതിയില, ക്രിസ്തുവിന്റെ വിശുദ്ധിയില. നിങ്ങൾ റോമാലേഖനമൊക്കെ ഇരുന്നങ്ങ് വായിക്കണം. പതിയെ വായിച്ചാൽ, ഞാൻ ഈ വായിക്കുന്ന പോലെ വായിച്ചാൽ മതി. നമ്മൾ കടമയായിട്ടൊന്നും വായിക്കണ്ട. നിങ്ങൾ 5-ാമത്തെ അധ്യായം ഉണ്ടല്ലോ, ആ 1 മുതൽ 10 വരെ നിങ്ങൾ ഇരുന്ന് പതിയെ ഒന്ന് വായിച്ചാൽ, നിങ്ങൾ പ്രസംഗിക്കുന്നവരാണെങ്കിലും പ്രബോധിപ്പിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ജനത്തിന് കൊടുക്കാനുള്ള കിട്ടും. നീതീകരണത്തെ പറ്റി,
സിമ്പിളായിട്ട് പറയും. എന്റെ സമയം കൃത്യമായി ഇവിടെ അങ്ങ് തീരുക. ഇനി നീതീകരണം, ഇതുമായി ഇനി ദൈവിക അധികാരം എന്നൊരു വിഷയം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിശാചിന്റെ പ്രവർത്തനങ്ങൾ, പിന്നെ ദൈവിക അധികാരം, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ നീതീകരണവുമായി ബന്ധപ്പെട്ട കുറെ വാക്യങ്ങൾ റോമാലേഖനത്തിലുണ്ട്. അതെല്ലാം ഒന്നും ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. മെസ്സേജിന്റെ മെയിൻ ആയിട്ടുള്ള, ഈ ക്ലാസ്സിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം ആ 21-ാമത്തെ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യവും ദയവായി നിങ്ങൾ മറക്കരുത്. നിങ്ങളത് ഓർത്തോണം. അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോണം. ദൈവത്തിന്റെ നീതിയിൽ നമുക്ക് മുന്നേറാം. കർത്താവ് വരാറായി നിൽക്കുമ്പോൾ നമുക്ക് ഈ ഉറപ്പാ ദൈവമക്കളെ വേണ്ടത്. ഈ ഉറപ്പ്, ഈ ഒരു ധൈര്യമാ നമുക്ക് വേണ്ടത്. തുടർന്നും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ദൈവം അനുവദിച്ച അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.